കണ്ണൂർ സർവകലാശാലയുടെ അഡ്മിഷൻ പോർട്ടലിൽ നിന്ന് സ്വാശ്രയ കോളേജുകളെ ഒഴിവാക്കിയതിൽ അധ്യാപകരുടെ പ്രതിഷേധം തുടരുകയാണ്. അധ്യാപകർക്കെല്ലാം UGC യോഗ്യത നിർബന്ധമാക്കിയതോടെയാണ് ഏകജാലക സംവിധാനത്തിൽ നിന്ന് 84 കോളേജുകൾ പുറത്തായത്. വിദ്യാർത്ഥികളുടെ പഠനാവസരം കൂടി കണക്കിലെടുത്ത് വൈസ് ചാൻസലറുടെ തീരുമാനം പിൻവലിക്കണമെന്ന് മാനേജ്മെന്റുകളുടെ സംഘടന ആവശ്യപ്പെട്ടു. അധ്യാപകർക്ക് UGC യോഗ്യതയായ നെറ്റോ PhDയോ ഇല്ലെങ്കിൽ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കുമെന്ന സർക്കുലർ കർശനമായി നടപ്പാക്കിയതിനെ തുടർന്നാണ് കണ്ണൂർ സർവകലാശാലയിലെ സ്വാശ്രയ കോളേജുകളിൽ പ്രതിസന്ധി ഉടലെടുത്തത്. ഭൂരിഭാഗം അധ്യാപകർക്കും നിശ്ചിത യോഗ്യതയില്ലാതെ വന്നതോടെ സ്വാശ്രയ കോളേജുകൾ പ്രവേശന നടപടികളിൽ നിന്ന് പുറത്താവുകയായിരുന്നു. ഏകജാലക സംവിധാനം വഴി ഈ കോളേജുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാനും സാധിക്കാതെയായി. മറ്റു സർവകലാശാലകളിൽ ഇല്ലാത്ത പ്രതിസന്ധിയാണ് കണ്ണൂർ സർവകലാശാലയിലെന്നും അധ്യാപകരുടെ സംഘടന കുറ്റപ്പെടുത്തുന്നു. നമ്മുടെ വൈസ് ചാൻസലർ എടുത്തിരിക്കുന്ന തീരുമാനം വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്, ഒരിക്കലും എടുക്കാൻ പാടില്ലാത്തൊരു കാര്യം. ഇപ്പോഴത്തെ നിയമത്തിൽ പുതുതായിട്ട് വരുന്ന നിയമനങ്ങളാണ് നടത്തേണ്ടതായിട്ടുള്ളത്. പക്ഷേ പഴയ ആൾക്കാരെയും എല്ലാം തന്നെ പുതിയ നിയമനത്തിൻ്റെ ഭാഗമാക്കണം എന്നുള്ളൊരു ദുർവാശിയാണ് ഇവിടുത്തെ വൈസ് ചാൻസലർക്കുള്ളത്. അതിനെതിരെയാണ് ഈ സമരം നടക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ സമരം കൂടുതൽ ശക്തമാക്കാനുള്ള തീരുമാനവുമായിട്ടാണ് സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ മുന്നോട്ട് പോകുന്നത്. നിലവിലുള്ള അധ്യാപകരെ പിരിച്ചുവിട്ട് നെറ്റ് യോഗ്യതയുള്ളവരെ നിയമിക്കുകയാണ് മാനേജ്മെന്റുകൾക്ക് ചെയ്യാനുള്ളത്. എന്നാൽ പ്രവേശന പ്രക്രിയ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇത് പ്രായോഗികമല്ല. ഇതിനാൽ തീരുമാനം പിൻവലിക്കണമെന്നാണ് മാനേജ്മെന്റുകളുടെയും അധ്യാപകരുടെയും ആവശ്യം. സർവകലാശാലയ്ക്ക് മുന്നിൽ സംഘടന 4 ദിവസമായി സമരം തുടരുകയാണ്. വിഷയം ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. അതേസമയം ചാൻസലറുടെ നിർദ്ദേശപ്രകാരമാണ് ഉത്തരവിറക്കിയതെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. ചാൻസലറുടെയും സംസ്ഥാന സർക്കാരിന്റെയും തീരുമാനങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും തുടർ നടപടിയെന്നും സർവകലാശാല അധികൃതർ പറയുന്നു. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.